ഈ വീട്ടിലൊന്ന് കുനിഞ്ഞു നിൽക്കാനും പാടില്ല എന്നുള്ളതാണ് ഇന്ന് ശ്രീപ്രിയയുടെ ചോദ്യം. എന്തായാലും നമുക്ക് മേലിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ശ്രീപ്രിയ. യഥാർത്ഥ പേരല്ല. എനിക്ക് 30 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 4-5 വർഷമായി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഇൻ്റർവ്യൂവിന് സേലത്ത് പോയിരുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ പരിചയപ്പെട്ട മലയാളിയാണ് എൻ്റെ ഹസ്ബൻഡ്. അദ്ദേഹം അവിടെ വർക്ക് ചെയ്യുകയാണ്, ഒരു ഇൻഡസ്ട്രിയൽ മാനേജരായിട്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പരിചയപ്പെട്ടു. സംസാരിച്ച് ഞങ്ങൾ പ്രണയമായി. ഒരു ഘട്ടത്തിൽ ഞങ്ങൾ വീട്ടിൽ പറഞ്ഞു. ആ സമയത്ത് എൻ്റെ വീട്ടുകാർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാര്യം ജാതിയൊക്കെ ഒന്നാണെങ്കിലും അവിടെ പോയി അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയച്ഛൻ ഇത്തിരി പ്രശ്നക്കാരനാണെന്ന് എല്ലാവരും പറഞ്ഞു. വഴക്കുണ്ടാക്കും അത്രേ. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു, എന്തായാലും എൻ്റെ അച്ഛൻ ശല്യമൊന്നും ഉണ്ടാക്കില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ വിവാഹം കഴിഞ്ഞ ശേഷം സേലത്തേക്ക് അങ്ങ് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കല്യാണം നടന്നത്. അമ്മായിച്ചൻ വലിയ കുഴപ്പക്കാരനായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എങ്കിലും കുടിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് അമ്മായിമ്മയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടേ ഇല്ല. പിന്നെ ഞങ്ങൾ സേലത്തു നിന്ന് കേരളത്തിലേക്ക് അധികം വരാറില്ല. അമ്മായിച്ചൻ അങ്ങോട്ട് വരാറില്ല. അമ്മായിമ്മ എല്ലാ മാസവും വരും. കാര്യം അവരുടെ മൂത്ത മകൾ കോയമ്പത്തൂരുണ്ട്. അപ്പോൾ അമ്മായിച്ചൻ അകൽച്ചയാണെങ്കിലും അമ്മായിമ്മ എല്ലായിടത്തും വരാറുണ്ട്. അതുകൊണ്ട് കേരളത്തിലേക്ക് വരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. പലപ്പോഴെങ്കിലും വന്നാലായി, അത്രയേ ഉള്ളൂ. പക്ഷേ 2 വർഷത്തിന് മുമ്പാണ് പെട്ടെന്ന് അമ്മായിമ്മ മരിച്ചു പോയത്. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അമ്മായിച്ചൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് പെൻഷനൊക്കെ കിട്ടുന്നുണ്ട്. അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. തനിയാണ് താമസിക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും ബന്ധുക്കളെല്ലാവരും കൂടി ഞങ്ങളെ വിളിച്ച് ഉപദേശിക്കാൻ തുടങ്ങി. റോഡ് സൈഡിൽ ഇത്രയും നല്ലൊരു വീടും കുറേ സ്ഥലവും ഒക്കെയുണ്ട്. നിങ്ങളുടെ അച്ഛൻ കുടിച്ചെല്ലാം നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് അത് എഴുതി കൊടുക്കുകയും ചെയ്യും. ഇത്രയും സ്വത്തുള്ളപ്പോൾ എന്തായാലും പുള്ളിയെ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരമല്ലേ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡിന് സ്വത്തും വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് നാട്ടിൽ പോകാമെന്ന്. ഭർത്താവ് സമ്മതിച്ചില്ല. പക്ഷേ ഇതിനിടയ്ക്ക് അദ്ദേഹത്തിന് നടുവിന് നല്ലൊരു വേദന വന്നു. ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. അപ്പോൾ തുടർ ചികിത്സ ആവശ്യമാണെന്ന് പറഞ്ഞു. ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ്. അതും വീടിന് ഏകദേശം 7-8 കിലോമീറ്റർ അകലെയാണ്. അങ്ങനെ ആ ജോലി ഉപേക്ഷിച്ച് ഇവിടെ എന്തെങ്കിലും തുടങ്ങാനായി. സത്യം പറഞ്ഞാൽ ഇവിടെ ഒന്നും തുടങ്ങേണ്ട കാര്യമില്ല. ഇഷ്ടംപോലെ സ്വത്തുക്കൾ ഉണ്ട്. റബ്ബർ, തെങ്ങ്, പിന്നെ വേറെ ധാരാളം വിളകളുണ്ട്. അമ്മായിപ്പൻ അതിൻ്റെ എല്ലാം കാശെടുത്ത് പുട്ടടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അദ്ദേഹത്തിന് നല്ലൊരു പെൻഷനും കിട്ടുന്നുണ്ട്. ഈ പണമെല്ലാം എവിടെ പോകുന്നതെന്നോർത്ത് ഞങ്ങൾ അത്ഭുതപ്പെട്ടു. പിന്നെ ഭർത്താവിൻ്റെ സഹോദരിയാണെങ്കിൽ ഇങ്ങോട്ട് വരികയില്ല. അവർക്കാണെങ്കിൽ ഈ വീടുമായിട്ട് ഒട്ടും ബന്ധമില്ല. അച്ഛനെ ഒട്ടുമേ ഇഷ്ടമല്ല. പക്ഷേ ഇവിടെ വന്ന് താമസം ആരംഭിച്ച ശേഷം അമ്മായിച്ചന് എന്നോട് പ്രശ്നമൊന്നുമില്ല. നല്ല രീതിക്കാണ് ഇടപെടുന്നത്. ഞാൻ നല്ല ഭക്ഷണം വെച്ച് വിളമ്പി കൊടുക്കും. പിന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇതുപോലെ പുള്ളിക്കാരന് വയ്യാതായി അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് വന്നതാണ്. ഇവിടുത്തെ പറമ്പിലെ വിളകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഞങ്ങൾ നോക്കുന്നു. അതിനെന്താ നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. എന്തായാലും അദ്ദേഹത്തിന് തൽക്കാലം ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ കുട്ടികളില്ല. അതും ഞങ്ങൾക്കിടയിൽ ഒരു ചെറിയ വിഷമമുള്ള കാര്യമാണ്. ഞാൻ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തനിയുള്ള സമയത്ത് അമ്മായിപ്പൻ കുടിച്ചിട്ട് വരുന്നു. ഹസ്ബൻഡിനെ കൊണ്ട് എൻ്റെ ബ്രദറാണ് ചികിത്സയ്ക്ക് പോകുന്നത്. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ഒന്ന് പരിങ്ങി. ഞാൻ ചോദിച്ചു, അച്ഛാ ഇപ്പോൾ സന്ധ്യയല്ലേ ആയിട്ടുള്ളൂ, എന്തിനാണ് ഇങ്ങനെ കുടിക്കുന്നത്? ഈ വീട്ടിൽ വെച്ച് അച്ഛന് കുടിച്ചുകൂടെ? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണോ എന്ന് ചോദിച്ചു. എന്ത് ചെയ്യാനാ മോളെ, ശീലമായെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ശീലങ്ങളൊക്കെ മാറ്റണം. ഞാനിവിടെ വന്നല്ലോ, ഇനിയെങ്കിലും അച്ഛൻ കുറേയൊക്കെ ഒതുങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഒന്നും തിരിച്ചു പറഞ്ഞില്ല. എന്നെ ഇത്തിരി പേടിയോ എന്തോ ഒരു അനുസരണ ഉള്ളതുപോലെ എനിക്ക് തോന്നി. ഇത്തിരി കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോയെന്ന്. ഞാൻ ചോദിച്ചു, എന്ത് വിഷമം? അല്ല, നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ടും ഇതുവരെ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാത്തത് എന്താ? എൻ്റെ മോനാണോ അതോ നിനക്കാണോ പ്രശ്നമെന്ന്. ആദ്യമായിട്ടാണ് അമ്മായിച്ചൻ ഇത്തരം കാര്യങ്ങൾ തിരക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് 2 പേർക്ക് ചെറിയ പ്രശ്നമുണ്ട്, മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോഴത്തെ കാലത്ത് എന്തിനാടി മരുന്നുകളൊക്കെ കഴിച്ച് സമയം കളയുന്നത്? മോളെ, വേറെന്തൊക്കെയോ ടെസ്റ്റ് ട്യൂബ് ശിശുവോ അങ്ങനെ നടക്കില്ലേ? ഉണ്ടച്ച. പക്ഷെ അതിനൊക്കെ നല്ല തുകയാകും, ലക്ഷങ്ങളാകും. അപ്പോൾ നിന്റെ ഭർത്താവ് ഇത്ര നാൾ വർക്ക് ചെയ്തിട്ട് ലക്ഷങ്ങളൊന്നും ഇല്ലടി. ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അവൻ ചാടിപ്പോയതാണല്ലോ. അച്ഛാ, സാലറിയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് സമ്പാദിക്കാൻ മാത്രം ഒന്നും കിട്ടിയിട്ടില്ല. കൊള്ളാം എടി. എങ്കിൽ പിന്നെ അവിടെ നിനക്ക് വല്ല ജോലിക്കും പോയിക്കൂടായിരുന്നു? അത് സമ്മതിക്കില്ല അച്ഛാ. ഞാനും പറഞ്ഞതാണ്, കുട്ടികൾ എന്തായാലും ഉണ്ടാകാൻ താമസിക്കും, ഞാൻ ജോലിക്കാന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. അപ്പം അമ്മായിച്ചൻ പറയണ, ആ അത് നീ സുന്ദരിയായിട്ടാണ് വല്ല തമിഴന്മാരെ നിന്നെ കൊത്തിക്കൊണ്ട് പോകുമെന്ന് വിചാരിച്ച് കാണും.
ആ, എനിക്കറിയില്ല. എന്നോട് ഭയങ്കര പൊസസീവ്നെസ് ആണ്. ഇതുവരെയും ഒരു പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാത്തവൻ നിന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ചപ്പോഴേ എനിക്കറിയാം നിന്നെ ചുറ്റിപ്പറ്റി നടക്കുമെന്ന്. അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? അവൻ്റെ സ്വഭാവം അങ്ങനെയാ. പണ്ടൊന്നും പ്രേമമോ പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കില്ല. പിന്നെ നിന്നെ എങ്ങനെയാ പ്രേമിച്ചെന്ന് ഞാനും അത്ഭുതപ്പെട്ടു. ആ, എന്തായാലും കുഴപ്പമില്ല, ഇവിടെ വന്നല്ലോ. ഇനിയിപ്പം ചികിത്സകളൊക്കെ നോക്കാം. ഇനി എങ്ങും പോകണ്ട, ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിൽക്കാമായിരുന്നു, പക്ഷേ അച്ഛൻ കുടിച്ചിട്ട് ഇവിടെ വലിയ പ്രശ്നമല്ലേ. ബന്ധുക്കൾക്ക് പോലും ഇഷ്ടമല്ല. അവരൊക്കെ ഞങ്ങളോട് വിളിച്ച് ഒത്തിരി കംപ്ലൈൻറ്റ് പറഞ്ഞു. എന്നിട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞ് ബന്ധുക്കളാരും എൻ്റെ ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ വന്ന് ഒരു കഞ്ഞി വെച്ച് തരാൻ അല്ലെങ്കിൽ ഇത്തിരി വെള്ളം കൊണ്ട് തരാൻ ഞാൻ ആരെയും കണ്ടിട്ടില്ലല്ലോ. അത് അച്ഛൻ്റെ സ്വഭാവം കൊണ്ടാ. അച്ഛനെ പേടിച്ചിട്ടാ ഒറ്റ ഒരാളും ഈ വീട്ടിൽ വന്നിട്ടില്ല. പിന്നെ എന്തിനാ എന്നെ പേടിക്കുന്നത്? ആ, ഇതൊക്കെ അച്ഛൻ്റെ വിചാരം. ഇങ്ങനെ കുടിച്ച് നടന്നു കഴിഞ്ഞാൽ ദൂരെ ഒന്ന് കണ്ടാൽ മതിയല്ലോ, എല്ലാവരും വെറുക്കും. അപ്പോൾ അമ്മാച്ചനോട് ചോദിച്ചു, നിനക്ക് എന്നോട് വെറുപ്പുണ്ടോയെന്ന്. പിന്നെ എനിക്ക് പേടിയൊക്കെ ഉണ്ട്. അച്ഛൻ കുടിച്ചിട്ട് നിയന്ത്രണം വിട്ടുകൊണ്ട് എന്തെങ്കിലും ചെയ്യുമോ പ്രവർത്തിക്കുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നത്? അച്ഛൻ ഇനി കുടി നിർത്തണം. അഥവാ കുടിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഈ വീട്ടിലിരുന്ന് കുടിക്കുക. അപ്പോൾ പ്രശ്നമൊന്നുമില്ല. അച്ഛൻ്റെ മുറിയിൽ അച്ഛൻ ഇഷ്ടമുള്ളത് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പുള്ളി നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പം പറഞ്ഞു, നോക്കിയാൽ പോരാ, ഇനിയെങ്കിലും ഉത്തരവാദിത്തം കാണിക്കണം. പിന്നെ അച്ഛൻ ഇപ്പോഴും ചെറുപ്പമാണ്, ഒരു കുഴപ്പമില്ല. വേണമെങ്കിൽ രണ്ടാമതൊരു കല്യാണം കഴിക്കാം. അച്ഛൻ നീറ്റായിട്ട് നടന്നാൽ മതി. എന്താണ് എൻ്റെ നീറ്റിന് കുഴപ്പം? അതെ, ഞാൻ പറയണോ, നല്ല സ്റ്റൈലിൽ നടക്കും അച്ഛാ. ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ, കുടിച്ചിട്ട് നടന്നാൽ എപ്പോഴാണെങ്കിലും ആരോഗ്യത്തിൽ ശ്രദ്ധ കാണില്ല. അപ്പം ഒരു ഓജസ്സും തേജസ്സും ഉണ്ടാകില്ല. അപ്പോൾ ഞാൻ കൂടി നിർത്തിക്കഴിഞ്ഞാൽ തേജസ് ഉണ്ടാകുമോ? ആ, ഉണ്ടാകും. എന്നിട്ട് അച്ഛൻ താടിയൊക്കെ ഒന്ന് ട്രിം ചെയ്ത് സ്റ്റൈലായിട്ട് പഴയതുപോലെ എന്നെ കല്യാണം കഴിച്ചിട്ട് വന്നപ്പോൾ അച്ഛൻ ഭയങ്കര സ്റ്റൈലായിരുന്നല്ലോ നടന്നിരുന്നത്. അതേപോലെ നടക്കൂ. ആഹാ, അതാണ് നിൻ്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞു എൻ്റെ ആഗ്രഹം അതാണ്. അന്ന് ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ അച്ഛനെ കണ്ടല്ലോ, ജീൻസും ഷർട്ടും കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ വെച്ചിട്ട് ബുള്ളറ്റിൽ പോകുന്ന ഒരാൾ ഷൂസൊക്കെ ഇട്ട് അതേപോലെ നടക്കണം അച്ഛാ. ഇപ്പോൾ ഞാൻ പ്രായമായില്ലേ? പ്രായമല്ലല്ലോ, ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ഒക്കെ യൗവനം എന്ന് പറഞ്ഞത് നമ്മുടെ പ്രവൃത്തിയിലാണ്. അച്ഛൻ സ്റ്റൈലായിട്ട് നടക്കൂ, കുടി കുറയ്ക്കൂ എന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ പതുക്കെ പതുക്കെ അനുസരിക്കാൻ തുടങ്ങി. വീട്ടിൽ വെച്ച് രാത്രി കുടിക്കാനൊക്കെ തുടങ്ങി. ശല്യമൊന്നുമില്ല. മുടിയൊക്കെ സ്റ്റൈൽ ചെയ്ത് കളർ ചെയ്ത് താടിയൊക്കെ ട്രിം ചെയ്ത് ഷേപ്പ് ചെയ്ത് പിന്നെ ജീൻസും ഒക്കെ ഇട്ട് പഴയതുപോലെ ബൈക്കിൽ നടക്കാൻ തുടങ്ങി. എല്ലാവർക്കും മാറ്റം അത്ഭുതമായിരുന്നു. തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ ഒരു അടുത്ത ബന്ധു താമസിക്കുന്നുണ്ട്. അവിടുത്തെ ഇന്ദിര ചേച്ചി എന്നോട് പറഞ്ഞു, ആഹാ, നിങ്ങൾ വന്ന പിന്നെ പുള്ളിക്കാരന് വലിയ മാറ്റങ്ങളാണല്ലോ മോളെ. സ്നേഹമുണ്ടെങ്കിൽ ആളുകൾ മാറും എന്നുള്ളത് ശരിയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ആളുകൾ വേറെ ചിലതും പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ ചേച്ചി? ആ, നീ വന്നതിൽ പിന്നെ അമ്മായപ്പനെ നീ മടക്കി ഒടിച്ച് പോക്കറ്റിലിട്ടെന്ന് നോക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളില്ലേ എന്ന് ആളുകൾ പറഞ്ഞെന്ന് ചേച്ചി പറഞ്ഞു. ഞാൻ ചോദിച്ചു, ചേച്ചിയാണത് പറഞ്ഞത് അതോ ആളുകൾ തന്നെയാണോന്ന്? ചേച്ചി പറഞ്ഞു, യോ, എനിക്കറിയില്ല, ഞാൻ ആളുകൾ അങ്ങ് പറഞ്ഞതാണ് മോളെ. നീ ശ്രദ്ധിക്കണം, പേരുദോഷം അധികം വരുത്തി വെക്കരുതെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഭർത്താവും അമ്മായച്ചനും കൂടെ താമസിക്കുന്നു, ഇതിൽ എന്ത് പേരുദോഷമാണ്? ഇനി വന്നാലും ഞാൻ അങ്ങ് സഹിച്ചെന്ന് പറഞ്ഞവരോട് പറഞ്ഞേക്കൂ ചേച്ചി എന്ന് പറഞ്ഞ് ഞാൻ അത് നിർത്തിച്ചു. എങ്കിലും ആളുകൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കുന്നത്, എന്തിനും കുറ്റം കണ്ടുപിടിക്കലോ എന്നോർത്തപ്പോൾ വിഷമം തോന്നി. ഞാൻ ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവ് അപ്പോൾ ദേഷ്യപ്പെട്ടു. നീ അല്ലെങ്കിലും അച്ഛനുമായി അടുത്ത് പെരുമാറുന്നത് ഇത്തിരി കൂടുന്നുണ്ട്. എനിക്ക് നടുവേദന ആയതുകൊണ്ട് നീ എന്നെ ഗൗനിക്കാതെ അച്ഛൻ്റെ പുറകെ നടക്കുകയാണ്, അച്ഛനെ മാറ്റാൻ നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇത് ശരിക്കും നിങ്ങളുടെ അച്ഛൻ തന്നെയല്ലേ? നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അച്ഛനോട് ഇത്ര ശത്രുത എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് പറയുകയാണ്, നീ അച്ഛനോട് അടുത്തിടപഴകുന്നത് സൂക്ഷിച്ചു വേണം. പണ്ട് തൊട്ടേ കണ്ട പെണ്ണുങ്ങളുടെയൊക്കെ പുറകെ നടക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് നല്ല വീക്ക്നെസ് ഉണ്ട്, നീ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ വീക്ക്നെസ് ഉള്ളവർ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ വീക്ക്നെസ്സിലേക്ക് അലിഞ്ഞു പോകുന്നവളല്ല ഞാൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ചതല്ലേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞ് ഞാൻ ഹസ്ബൻഡ് കൂടെ വഴക്കിട്ടു. ആ വഴക്ക് ഇത്തിരി വലുതായി. അപ്പോൾ അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ വന്ന് ചോദിച്ചു, എന്താ നിങ്ങൾ രണ്ടുപേരും കൂടെ വഴക്കെന്ന്? ഭർത്താവ് പെട്ടെന്ന് നിശബ്ദനായി. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് ഇവിടെ അടുത്തൊരു ഓഫീസിൽ ജോലി കിട്ടിയിരുന്നു. രാവിലെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു 11 മണിയായപ്പോൾ അച്ഛൻ വന്നതിനോട് ചോദിച്ചു, എന്തായിരുന്നു മോളെ ഇന്നലെ വഴക്കെന്ന്? ഞാൻ പറഞ്ഞു, ചുമ്മാ സാധാരണ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കാണെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ലോകം പൊട്ടുമാർ ഉച്ചത്തിൽ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു, എന്നെ പ്രതിയല്ലേ വഴക്ക്? അത് കേട്ടെങ്കിൽ അച്ഛൻ എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അച്ഛനോട് അതൊക്കെ ഞാൻ എങ്ങനെ പറയും? എൻ്റെ ഭർത്താവ് ആരോപിച്ചത് അച്ഛൻ മുഴുവനും കേട്ടോ? അപ്പോൾ അച്ഛൻ്റെ സ്വഭാവത്തിൽ എന്തൊരു പ്രശ്നമില്ലേ? ഇത്രയും നാൾ അച്ഛൻ ജീവിച്ചത്
തെറ്റായിട്ടായിരുന്നു എന്ന് അച്ഛന് ബോധ്യപ്പെട്ടില്ലേ? എടി, ഞാൻ തെറ്റായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. എനിക്കിഷ്ടമുള്ള അല്ലെ എന്നെ ഇഷ്ടമുള്ള ബന്ധങ്ങൾ തുടരുന്നതിൽ എന്താ തെറ്റ്? എൻ്റെ ഭാര്യ ഉള്ളപ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ശരിക്കും കുടിക്കുമായിരുന്നു, അത് മാത്രമായിരുന്നു എൻ്റെ ദൗർബല്യം, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ നിങ്ങൾ വിചാരിക്കും പോലെ കുടിച്ച് ഞാനത് നശിപ്പിച്ചിട്ടുമില്ല. എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ അത്യാവശ്യം കാശുണ്ട്. നിന്റെ ഭർത്താവിൻ്റെ കയ്യിൽ എന്തുണ്ട്? ചികിത്സ നടത്താൻ പോലും കാശില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അച്ഛന് സമ്പാദ്യമൊന്നും കാണില്ലെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം ഇതിനിടയ്ക്ക് എല്ലാം സേവ് ചെയ്തിടുന്നുണ്ട് എന്നോർത്തപ്പോൾ കൊള്ളാമല്ലോ എന്നെനിക്കും തോന്നി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛനോട് പറഞ്ഞു, നീ ഇങ്ങോട്ട് വന്നേ, ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടെന്ന്. ഞാൻ ചോദിച്ചു, എന്താ? അല്ല, കുട്ടികളുണ്ടാകാത്തത് നിങ്ങൾക്കിടയിൽ ഒരു വിഷയമല്ലേന്ന്. ഞാൻ പറഞ്ഞാണ്, അവന് നിന്നെ സംശയമുണ്ടോ? അങ്ങനെ സംശയിക്കത്ത കാര്യമൊന്നുമില്ല, കാര്യം ഞാൻ അധികം ആൾക്കാരോട് സഹകരിക്കാറില്ലല്ലോ. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും നോക്കാം. 10, 25, 30 ലക്ഷം രൂപ ചിലവാകട്ടെ, അതൊക്കെ എൻ്റെ അക്കൗണ്ടിലുണ്ട്. എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ചിലവാക്കട്ടെ എന്ന് വിചാരിക്കാമെന്ന്. ഞാൻ പറഞ്ഞു, വേണ്ട അച്ഛാ, അച്ഛൻ്റെ മോൻ സമ്മതിക്കില്ല. അച്ഛനോട് അത്ര ഇഷ്ടമൊന്നുമല്ല. അച്ഛൻ ഇതിനൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഇനി അച്ഛനും ഞാനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അങ്ങനെ പറയും. അത് കൊള്ളാം. അപ്പം കരയ്ക്കൂടെയും പറ്റില്ല, വെള്ളത്തിൽ കൂടെയും പറ്റില്ല. ഒരു കണക്കിന് നന്നാകാൻ നിന്റെ ഭർത്താവ് സമ്മതിക്കില്ലേ? അച്ഛൻ്റെ മോൻ തന്നെയല്ലേ? അച്ഛന് ചോദിച്ചുകൂടെ? ഒരു കാര്യം ചെയ്യേ, എന്നോട് പറയാതെ അച്ഛൻ മകനോട് പറയാൻ പറഞ്ഞു. ആ ശരി, ഞാൻ അവനോട് പറയാമെന്ന് പറഞ്ഞ് അച്ഛൻ ഒരു ദിവസം ഹസ്ബൻഡിനോട് പറഞ്ഞു, എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം, അത് റെഡിയാക്കാമെന്ന്. അപ്പോഴേക്കും എൻ്റെ ഭർത്താവ് എടുത്തടിച്ച പോലെ പറഞ്ഞു, അച്ഛൻ്റെ പണമൊന്നും വേണ്ട, അത് അച്ഛൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ. ഇതിനു വേണ്ടി അധികം പണമൊന്നും മുടക്കുന്നില്ല. കുറച്ച് നാളൊക്കെ കഴിയുമ്പോഴേക്കും സ്വാഭാവികമായി എല്ലാം നടന്നോളുമെന്നാണ് എൻ്റെ ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അത് അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തു. അതോടുകൂടി പിന്നൊന്നും പറയാനില്ലാതായി. പക്ഷേ എൻ്റെ ഭർത്താവ് പറഞ്ഞതുപോലെ ഈസിയായിട്ട് കാര്യങ്ങൾ നടക്കില്ലെന്ന് എനിക്ക് വർഷങ്ങളായി അറിയില്ലേ? അതുമാത്രമല്ല, ട്രീറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞാൽ പോരല്ലോ, എന്തെങ്കിലും അടുപ്പം കൂടെ വേണ്ടേ? അതൊന്നുമില്ല. ഒരു ദിവസം ഇതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്കങ്ങ് വിഷമം വന്നു. എൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്ന കണ്ട് അമ്മായിപ്പൻ ചോദിച്ചു, എന്താ മോളെ, എന്ത് പറ്റിയെന്ന്? ഞാനിപ്പം എൻ്റെ മനസ്സിലെ ആശങ്കകളൊക്കെ പറഞ്ഞു. എടി, അവൻ്റെ തുള്ളലും ചാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഡെയിലി ഓരോ കാര്യങ്ങളുണ്ടെന്നാണല്ലോ തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ ഒന്നുമില്ലേ? ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ലാത്ത അവസ്ഥയാണോ മോളെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാതെ, ആടുമില്ല, പൂടയില്ല, ഒന്നുമില്ല, ചാട്ടിന് കൊമ്പ് പോലുമില്ല. മരുന്ന് കഴിച്ചിട്ട് കണ്ണിൽ നോക്കിയിരുന്നാൽ എല്ലാം ശരിയാകുമെന്ന് ഡോക്ടർ നിങ്ങളോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടർ അങ്ങനെയല്ല പറഞ്ഞത്. ഡെയിലി പല കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്നാണ്. കലണ്ടറിൽ ഡേറ്റൊക്കെ നോക്കിയിട്ടാണ് അവർ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. എന്നിട്ട് ഇപ്പോൾ ഡേറ്റ് നോക്കുന്നുണ്ടോ? ഓ, ഇപ്പോൾ എന്ത് ഡേറ്റ് അച്ഛാ? നടുവേദനയല്ലേ? നടുവേദനയായിട്ടിപ്പോൾ 1 വർഷമായില്ലേ? അത് കേട്ടപ്പോൾ അച്ഛൻ എന്നോട് ചാടിത്തുള്ളി. നീ എന്നെ നന്നാക്കാനും ഉപദേശിക്കാനും ഒക്കെ ഭയങ്കര മിടുക്കായിരുന്നല്ലോ. നിന്റെ ഭർത്താവിനെ നന്നാക്കാൻ നിനക്ക് പറ്റുന്നില്ലേ? എന്തിനാ ഇവനിങ്ങനെ വെറുതെ മരുന്നും കഴിച്ച് നടക്കുന്നത് എന്ന് ചോദിച്ച് എന്നോട് ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞ് എന്ത് ചെയ്യാനാ? ആരോടും പറയാനില്ല. ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ചതല്ലേ. അച്ഛൻ പോലും ഇപ്പോഴല്ലേ എൻ്റെ കാര്യങ്ങൾ തിരക്കാൻ തുടങ്ങിയത്. അച്ഛനോട് ഞാൻ കൂടുതൽ സ്നേഹം പ്രകടിപ്പിച്ചപ്പോൾ മാത്രമാണ് അച്ഛൻ എൻ്റെ കാര്യം തിരക്കിയത്. അല്ലാതെ ആരെങ്കിലും ഞങ്ങളുടെ കാര്യം തിരക്കിയിട്ടുണ്ടോ? അച്ഛൻ ഒരു ദിവസമെങ്കിലും സേലത്ത് ഞങ്ങളെ കാണാൻ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പുള്ളി അപ്പോൾ ഒന്നും പറഞ്ഞില്ല. നടന്നൊക്കെ നടന്നു. ഇനിയെങ്കിലും നീ നിൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം ഒന്ന് മാറ്റാൻ നോക്കൂ. നിൻ്റെ സൗന്ദര്യം അല്ലെങ്കിൽ വേസ്റ്റായി പോകുമെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. ആ അച്ഛൻ പറയുകയാണ്, നിനക്ക് മിടുക്കുണ്ടായിരുന്നെങ്കിൽ നീ എപ്പോഴേ കാര്യങ്ങൾ റെഡിയാക്കിയേനെന്ന്. ഞാൻ ചോദിച്ചു, എന്ത് മിടുക്കാം? എൻ്റെ ഭർത്താവ് മറ്റും നല്ല സ്നേഹത്തിൽ തന്നെ ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അതല്ല, ഭർത്താവ് മാത്രമല്ലല്ലോ, ലോകത്തിൽ വേറെ എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് അച്ഛനെ മറ്റുള്ളവർ കുറ്റം പറഞ്ഞത്. എല്ലാത്തിനും വൃത്തികേട് മാത്രമേ അച്ഛൻ കാണുകയുള്ളൂ. എന്ത് ചെയ്യാനാ എൻ്റെ തലവിധി എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുക്കളയിലേക്ക് പോയി. പിന്നെ 2-3 ദിവസം ഞാനെല്ലാം വിളമ്പി കൊടുക്കും. എൻ്റെ മുഖം വീർത്തിരുന്നു. അമ്മായിച്ചനോട് ചോദിച്ചു, നിൻ്റെ മുഖത്ത് കടത്തിൽ കുത്തിയൊന്ന്. ഞാൻ പറഞ്ഞു, കടത്തിലൊന്നും കുത്തിയില്ല, വലിയൊരു കടവാവൽ വന്ന് മുട്ടി എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി. അത് കഴിഞ്ഞ് ഞാൻ ഉച്ചയായപ്പോൾ മുറ്റത്തെ അലക്കുകല്ലിൽ നിന്ന് അലക്കുകയാണ്. ഇടയ്ക്ക് എപ്പോഴോ ഞാനത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു രൂപം അടുക്കളയിൽ നിന്ന് മാറുന്ന പോലെ എനിക്ക് തോന്നി. അച്ഛനാണെന്ന് എനിക്ക് മനസ്സിലായി. അടുക്കളയുടെ കതകുകൾ അടച്ചിട്ടിരിക്കുകയാണ്, പക്ഷേ ജനൽ തുറന്നിട്ടിരിക്കുകയാണ്. ജനലിനകത്തൂടെയാണ് ഒരു മിന്നായം പോലെ എനിക്ക് തോന്നിയത്. അച്ഛൻ എന്നെ ശ്രദ്ധിക്കുകയാണ്. ഞാൻ കുഞ്ഞു നിന്ന് തുണി നനയ്ക്കുകയല്ലേ, ശ്രദ്ധിക്കുകയാകും. അച്ഛൻ്റെ സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ലെന്ന് എനിക്ക് തോന്നി. എന്തായാലും അപ്പോൾ ഞാൻ പ്രതികരിക്കാൻ നോക്കിയില്ല. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞാൻ ഇറക്കണിട്ട് നോക്കി. അപ്പോഴുണ്ട് അച്ഛൻ നോക്കുന്നത് എനിക്ക് കാണാം.
അതിനിടയ്ക്ക് എന്തോ ഒരു കുലുക്കം പോലെയും എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോഴെനിക്ക് മനസ്സിലായത് ഞാൻ നനയ്ക്കുന്നത് നോക്കി നിന്ന് അച്ഛൻ നിർവ്വാണത്തിലേക്ക് പോവുകയാണ്. 3 വട്ടം ഞാൻ ഏറുകണിട്ട് നോക്കി. 4ാമത്തെ വട്ടം പെട്ടെന്ന് ഞാൻ തിരിഞ്ഞങ്ങ് നിന്നു. അപ്പോൾ അച്ഛനും ഞെട്ടിപ്പോയി. ഓടി വിളിക്കാനും പറ്റിയില്ല. അതുമാത്രമല്ല, ജനലിന് ഇടയിലൂടെ എന്താണ് അവിടെ നടന്ന പ്രവൃത്തിയെന്ന് എനിക്ക് വ്യക്തമായി കാണാൻ പറ്റി. ഇരുണ്ട ചില നഗ്ന സത്യങ്ങളും ഞാൻ കണ്ടു. തെളിച്ചമില്ലെങ്കിലും സത്യങ്ങൾ എൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്നപ്പോൾ എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അച്ഛൻ പെട്ടെന്ന് അങ്ങ് പോയി. ഞാൻ അടുക്കളയുടെ കതക് തുറന്ന് അകത്തേക്ക് ചെന്നു. എന്നിട്ട് അച്ഛൻ്റെ മുറിലേക്ക് ചെന്നു. അച്ഛനാണെങ്കിൽ എന്തോ വായിച്ചവിടെ കിടക്കുകയാണ്. ഞാൻ ചോദിച്ചു, അച്ഛൻ ഇപ്പോൾ അടുക്കളയിൽ വന്നായിരുന്നു എന്ന്. ഒന്നും അറിയാത്ത ഭാവത്തിൽ ഞാൻ വന്നൊന്നുമില്ല, എല്ലാം കണ്ടു. അച്ഛൻ എന്നെ കണ്ടില്ലേ? അച്ഛനവിടെ കാണിച്ച പ്രവൃത്തി എന്താണ് എന്ന് ചോദിച്ചു. എന്ത് പ്രവൃത്തി എന്ന് ചോദിച്ചു. ഉരുണ്ട് കളിച്ചു. ഞാൻ പറഞ്ഞു, വ്യക്തമായി ഞാൻ കണ്ടതാണ്. അച്ഛനെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നുമല്ല കരുതിയത്. അച്ഛൻ പഴയ സ്വഭാവം തുടങ്ങിയല്ലേന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാനും എൻ്റെ ആഗ്രഹങ്ങളും ഏതെങ്കിലും വഴിക്ക് തീർന്നു പൊക്കോട്ടെ, നിനക്ക് ഒരു പ്രശ്നവുമില്ലല്ലോ, നിനക്കതിൽ ഒരു റോളുമില്ല, നീ അത് കണ്ടില്ലെന്ന് അടിച്ചാൽ മതി. കാര്യം നിന്നെ ഞാൻ ശല്യപ്പെടുത്താൻ വരുന്നില്ല, ഒരു കാഴ്ച മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നാലും അച്ഛന് എന്നോടിങ്ങനെ എങ്ങനെ ചെയ്യാൻ തോന്നി? അച്ഛൻ്റെ മരുമോളല്ലേ ഞാൻ. അപ്പം അച്ഛൻ പറഞ്ഞു, മരുമോളല്ലേ, മോളൊന്നും അല്ലല്ലോ. ഈ വീട്ടിൽ എനിക്ക് കുനിഞ്ഞൊന്ന് തുണി അലക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും ഇല്ലല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് ഞാനിങ്ങി പോന്നു. എന്ത് പറയാനാണ്? കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കും വക്കാണും ആകും, അടുത്തുള്ളവർ കേൾക്കും. ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, കോലാട്ടം തുള്ളും. 4 മണിയായപ്പോൾ അച്ഛൻ വന്നോട് ചോദിച്ചു, ചായ ഇട്ടില്ലേന്ന്. ഞാൻ ചോദിച്ചു, എന്തിനാ അച്ഛന് ചായ? അല്ല, ഇത്തിരി ചായ ഇടാം. ചായ ഞാൻ തിളപ്പിക്കുന്നുണ്ട്, എടുത്ത് എങ്ങോട്ടാണ് ഒഴിക്കേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഈ നിസ്സാര കാര്യത്തിന് ഇത്രയും ബഹളം വെക്കലിൻ്റെ ആവശ്യമൊന്നുമില്ല. നിരുപദ്രവകരമായ ഒരു കാര്യം. നിന്നെ ആരും ഇവിടെ ഒരു രീതിയിൽ ദ്രോഹിക്കാൻ വന്നില്ല. പിന്നെ നീ എൻ്റെ മനസ്സ് മനസ്സിലാക്കാത്തത് എന്താ എന്ന് ചോദിച്ചു. അച്ഛൻ്റെ മനസ്സ് മനസ്സിലാക്കിയിട്ട് എനിക്കെന്ത് കാര്യം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞല്ലേ അറിയുകയുള്ളൂ. നീ ഇങ്ങനെ കടപിടുത്തം പിടിക്കാതിരിക്കൂ. എല്ലാവരെയും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി നിനക്കുണ്ടെന്ന് ആദ്യം ഞാൻ വിചാരിച്ചു. ഇപ്പോൾ ഈ സിമ്പിൾ കാര്യം പോലും നിനക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ലേ? എന്തിനാണ് എന്നോട് ദേഷ്യം എടുക്കുന്നത്? ഞാൻ നിന്നെ ഇനിയും ദ്രോഹിക്കാനോ ശല്യപ്പെടുത്താനോ ഒന്നും വരില്ല. പക്ഷേ ചിലപ്പോൾ എൻ്റെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല എന്ന് വെച്ചിട്ട് എൻ്റെ ലൈൻ എവിടെയാണെന്ന് എനിക്കറിയാം. അതിൽ നിന്ന് എൻ്റെ കൺട്രോൾ പോകില്ല. നിനക്ക് ശല്യമൊന്നുമില്ല. ഇത് കാഴ്ചയുടെ ആരാധനയുടെ ഒരു സൗകുമാര്യമായി നീ കണ്ടാൽ മതി മോളെ എന്ന് പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. വാക്കുകളാൽ അച്ഛൻ എന്നെ തളർത്തി. നിനക്ക് ആഗ്രഹമില്ലാതിരിക്കാം, പക്ഷേ ഞാൻ ആഗ്രഹമുള്ളൊരു മനുഷ്യൻ തന്നെയാണ്. കുടിച്ചപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം കെട്ടുപോയിരുന്നു. നീ തന്നെയാണത് പുനരുജ്ജീവിപ്പിച്ചത്. അപ്പോൾ നിന്നെ തന്നെ നിനക്ക് കുറ്റം പറയേണ്ടി വരും എന്ന് പറഞ്ഞു. എനിക്കൊന്നും പറയാനില്ലായിരുന്നു. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ചായ ഇല്ലേന്ന്. ഞാൻ അറിയാതെ പറഞ്ഞു പോയി, ഇപ്പം ഇട്ട് തരാമെന്ന്. അപ്പം അച്ഛൻ പറഞ്ഞു, എനിക്ക് ഇപ്പോൾ ചായ വേണമെന്നില്ലെന്ന്. ഞാൻ ചോദിച്ചു, അതെന്താണെന്ന്. എനിക്കറിയില്ല. അപ്പോഴേക്കും അടുത്ത് വന്ന അച്ഛനെ എനിക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അച്ഛൻ ചോദിച്ചു, അവൻ എപ്പോൾ വരുമെന്ന്. ഞാൻ പറഞ്ഞു, 7 മണി 7:30 ആകുമെന്നാണ് പറഞ്ഞതെന്ന്. അപ്പോൾ സമയമുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാ അത് സാരമില്ല, ചായയൊക്കെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കുടിക്കാം. നിൻ്റെ കണ്ണുകളിലുള്ള ആഗ്രഹം ഞാൻ കാണുന്നുണ്ട്. എന്നാലാവും വിധം എനിക്കും നിന്നെ ഏതെങ്കിലും രീതിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാമല്ലോ എന്ന് പറഞ്ഞു. വേണ്ട വേണ്ടാന്ന് 1000 വട്ടം മനസ്സ് പറഞ്ഞെങ്കിലും എൻ്റെ ചുണ്ടിലേക്ക് അത് വന്നില്ല. എൻട്രൻസ് എക്സാം പാസ്സായ ഒരാളുടെ ആവേശമായതുകൊണ്ട് എൻട്രൻസിന് യാതൊരു തടസ്സവുമില്ലായിരുന്നു. എനിക്കും ഒന്നും പറയാനില്ലായിരുന്നു. കാര്യം ഏതോ മോഹങ്ങൾ ശിലയായി ഉറഞ്ഞുകൂടിയിരിക്കുകയായിരുന്നു. അതാ തീമഴ പെയ്ത് അത് ഉരുക്കിക്കളഞ്ഞു എന്നതുപോലെയായിരുന്നു. എനിക്ക് ഒന്നും പറയേണ്ടി വന്നില്ല, ഒന്നും പ്രവർത്തിക്കേണ്ടി വന്നില്ല. പ്രവർത്തന മികവിൻ്റെയും ഊർജ്ജസ്വലതയുടെയും ഏറ്റവും മികച്ച ഉദാഹരണമായി മാറുകയായിരുന്നു. എനിക്ക് അടുത്ത 10 മിനിറ്റിൽ ഒന്നും മനസ്സിലായില്ലെങ്കിലും 11ാമത്തെ മിനിറ്റിൽ ഞാൻ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഞാൻ ഇതുവരെയും അനുഭവിച്ച ആ മോഹങ്ങൾ അത് ഒന്നുമായിരുന്നില്ല. ഏതോ കടലിൻ്റെ തീരത്ത് ഞാൻ നിൽക്കുകയായിരുന്നു. ഇവിടെ ഇപ്പോൾ കടലിൽ പോയി കൊമ്പൻ സ്രാവിനെ പിടിച്ച പ്രതീതിയായിരുന്നു എനിക്ക്. അപ്പോൾ പിന്നെ ഞാൻ
വെറുതെ ഇരിക്കുമോ? അതുകൊണ്ട് തന്നെ ആ നിമിഷം കഴിഞ്ഞപ്പോൾ ഞാനും ഇളകിയാടി, ആടിയാർത്തു. ദും 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 ദുംദുഭിനാദം എന്ന് പറഞ്ഞുള്ള ആഘോഷമായിരുന്നു എൻ്റെ മനസ്സിൽ. ആ ദുംദുഭി അടുത്ത വീട്ടുകാർ വരെ കേൾക്കുമോ എന്ന് ഞാൻ പേടിച്ചു പോയെങ്കിലും ആ സമയത്ത് ഒന്നും മനസ്സിലില്ലായിരുന്നു. അതോടുകൂടി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലൈസൻസ് കിട്ടി. പിന്നെ പകൽ സമയത്ത് ഒരു ദിവസം പോലും അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. അടങ്ങുന്ന കാര്യത്തെപ്പറ്റി ഞങ്ങൾ ആലോചിച്ചുമില്ല. ഭർത്താവ് അത് ശ്രദ്ധിച്ചുമില്ല. ഭർത്താവ് വന്നപ്പോൾ ഞാൻ സൗത്ത് പോളിലും അച്ഛൻ നോർത്ത് പോളിലുമായിരുന്നു. രാവിലെ ആകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി അന്റാർട്ടിക്കയിലേക്ക് അങ്ങ് പോകും. അങ്ങനെയായിരുന്നു ജീവിതം. അതോടുകൂടി എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷങ്ങളുണ്ടായി. അച്ഛൻ്റെ ബാങ്ക് ബാലൻസ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ലക്ഷങ്ങളൊന്നും ആയിരുന്നില്ല, അത്രയ്ക്ക് സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് വേണ്ടി അദ്ദേഹം എന്താവശ്യപ്പെട്ടാലും വാങ്ങിത്തരാൻ തുടങ്ങി. ഇതൊന്നും ഭർത്താവിന് സംശയം ഉണ്ടാക്കാത്തത് എൻ്റെ ഭാഗ്യം. ജീവിതം നന്നായപ്പോൾ ഭർത്താവിനോട് എനിക്ക് ദേഷ്യം കുറഞ്ഞു. ഞാൻ നല്ല സ്നേഹത്തിൽ പെരുമാറാൻ തുടങ്ങി. അദ്ദേഹത്തെയും എൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ കുറച്ചൊക്കെ അഭിനയിക്കേണ്ടി വന്നു. അതും ഒരു വഴിക്ക് നടന്നു പോയി. എനിക്കറിയാമായിരുന്നു എന്നെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാകുമെന്ന്. ആ റിസൾട്ട് എനിക്ക് കിട്ടി. പക്ഷേ ഞാൻ ഒരിക്കലും ആ റിസൾട്ടിൻ്റെ സീക്രട്ട് എൻ്റെ ഭർത്താവിനോടോ അമ്മായിച്ചനോടോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അമ്മായിച്ചനോട് പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡും ഇപ്പോൾ എന്നോട് നല്ല രീതിയിൽ പോകുന്നതാണ്. പക്ഷേ എനിക്കറിയാമല്ലോ റിസൾട്ട് എവിടെ നിന്നാണ് വന്നതെന്ന്. എങ്കിലും നിഗൂഢമായ സന്തോഷത്തിൽ കൂടി ഞാൻ കടന്നു പോവുകയാണ്. ഇപ്പോൾ തൽക്കാലം ഒരു പ്രശ്നങ്ങളുമില്ല. പ്രശ്നങ്ങളില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ പെണ്ണെ എനിക്ക് ഇമെയിൽ അയച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാഡം എല്ലാ കത്തുകളും വായിക്കുന്നതല്ലേ, സന്തോഷത്തിൻ്റെ കത്തുകളും ഒന്ന് വായിക്കൂ മാഡം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ സന്തോഷത്തിൻ്റെ കത്തുകളും വായിക്കും. നിങ്ങൾക്ക് സന്തോഷമാണെങ്കിലും കേൾക്കുന്നവർക്ക് സന്തോഷമാണെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ മറ്റുള്ളവർ കേട്ട് കഴിഞ്ഞാൽ അയ്യോ എന്ത് നല്ലൊരു കുട്ടി, ഇങ്ങനെ വേണം മാതൃകയായി മരുമകൾ എന്നാരെങ്കിലും പറയുമോന്നും എനിക്കറിയില്ല. എന്തായാലും മറ്റുള്ളവർക്ക് മാതൃകയായില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത സന്തോഷമാണല്ലോ, അത് മതിയെന്ന് ചിലർ പറഞ്ഞേക്കാം. ബഹുജനം പലവിധം പല അഭിപ്രായങ്ങളും വരും. എന്നാലും പൊതുവേ നമ്മൾക്ക് ഈ സ്റ്റോറിയിലുള്ള കാര്യങ്ങളിൽ ഗുണപാഠം ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും മാതൃകയാക്കാമെന്നോ പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങളൊരു അനുഭവം ഷെയർ ചെയ്തു. ഇങ്ങനെ പല കാര്യങ്ങളും ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വേണ്ടി മനുഷ്യന് നടത്താറുണ്ട്, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. ചിലപ്പോൾ സ്ട്രൈറ്റ് ഫോർവേഡായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കണമെന്നില്ല. ജീവിതം അങ്ങനെ ഒരു ചെറിയൊരു കാര്യത്തിൽ മാത്രം ഒതുക്കാനുള്ളതല്ലെന്ന് വിചാരിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ സത്യസന്ധമായും സദാചാരപരമായിട്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ശടിക്കുന്നവരുണ്ട്. അതല്ല, അവസരങ്ങൾക്കനുസരിച്ച് സിറ്റുവേഷൻസിനനുസരിച്ച് അവനവരുടെ ജീവിതം മാനേജ് ചെയ്യുന്നവരുണ്ട്. കുറ്റബോധം ഉള്ളവരുണ്ട്, കുറ്റബോധമില്ലാത്തവരുണ്ട്, എന്തും ഫേസ് ചെയ്യുന്നവരുണ്ട്, ഫേസ് ചെയ്യാത്തവരുണ്ട്, പെട്ടെന്ന് ദുർബലമായി പോകുന്നവരുണ്ട്, ചിലപ്പോൾ ദുർബലമാകാത്തവരുണ്ട്. അങ്ങനെ പലതരം ആളുകളാണ്. അപ്പോൾ വ്യക്തിപരമായി നോക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ നമുക്കിപ്പോൾ നിങ്ങൾക്ക് സന്തോഷമല്ലേ, നിങ്ങൾ സന്തോഷിക്കലേ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മറ്റുള്ളവർക്ക് മാതൃകയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നോക്കുമ്പോൾ എനിക്കിതിനോട് അനുകൂലമല്ല പ്രതികൂലമല്ല. അത് പേഴ്സണലി നിങ്ങളുടെ ഒരു കാര്യം, അത്രയേ ഉള്ളൂ.